ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. നളദമയന്തിമാരുടെ കഥയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ലാസ്റ്റ് ഭാഗമാണ്. ഇന്നത്തതോടുകൂടി തന്നെ ആ കഥ അവസാനിക്കും. അപ്പോൾ നമ്മൾ എവിടം വരെയാണ് പറഞ്ഞു നിർത്തിയത്? നളൻ ഋതുപർണൻ്റെ കൂടെ ദമയന്തിയുടെ കൊട്ടാരത്തിൽ വരുന്നത് വരെയാണ് പറഞ്ഞത്. ദമയന്തി ആ ജനലിനകത്തൂടെ നോക്കുന്നു. അങ്ങനെ രഥം വന്നിറങ്ങുന്നതും അതിനകത്തുനിന്ന് ആളുകൾ ഇറങ്ങുന്നതും നോക്കി നിൽക്കുന്നത് വരെയാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെ ദമയന്തി നോക്കുകയാണ് ജനലിനകത്തൂടെ. പക്ഷേ ഋതുപർണനെ കാണുന്നുണ്ട്. കൂട്ടത്തിൽ ഒരു സാരഥി ഇറങ്ങുന്നു. ആ സാരഥിയെ പക്ഷേ ഒരു കറുത്ത വിരൂപനായ ഒരാളാണ്. ഒരിക്കലും അത് ദമയന്തിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. പക്ഷേ ദമയന്തി ആലോചിക്കുകയാണ്, ആ രഥത്തിൻ്റെ ശബ്ദവും വേഗവും എല്ലാം കണ്ടിട്ട് നളൻ്റെ ഒരു സാന്നിധ്യമൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ ഈ സാരഥിയെ കണ്ടിട്ട് നളനാണെന്ന് തോന്നുന്നില്ലല്ലോ. ഇനി ഇത് വാർഷ്ണേയനാണോ? വാർഷ്ണേയൻ നളനിൽ നിന്ന് ഇതൊക്കെ പഠിച്ചതാണോ? ഇങ്ങനെയൊക്കെ ആലോചിച്ച് ദമയന്തി ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. ആ സമയത്ത് ഋതുപർണനെ ഭീമക രാജാവ് കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, എന്താണ് വന്നതെന്ന് ചോദിക്കുന്നു. കാരണം ഈ ഭീമക രാജാവിന് ദമയന്തി ഈ ചെയ്ത പ്രവൃത്തിയൊന്നും അറിവുണ്ടായിരുന്നില്ല. അപ്പോൾ ഋതുപർണൻ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു സ്വയംവരത്തിൻ്റെ മട്ടുമൊന്നും അവിടെ കാണുന്നുമില്ല. അപ്പോൾ ഋതുപർണൻ വിചാരിച്ചു, എന്താണ് ഭീമക രാജാവ് ഇങ്ങനെ ചോദിക്കുന്നത്? ഇനി എനിക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയതാണോ എന്ന് വിചാരിച്ചിട്ട്, ഒന്നുമില്ല, ഞാൻ വെറുതെ വന്നതാണ്, അങ്ങേ ഒന്ന് പ്രണമിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറയുന്നു. അപ്പോൾ ഭീമക രാജാവ് വിചാരിക്കുന്നു, ഇത്രയും ദൂരത്തു നിന്ന് ഇങ്ങനെ ഒന്നുമില്ലാതെ വെറുതെ പ്രണമിക്കാൻ വേണ്ടി വരുമോ എന്നൊക്കെ മനസ്സിൽ അവർ രണ്ടുപേരും ഇങ്ങനെ ആലോചിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും, എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന്. എന്നിട്ട് ഭീമക രാജാവ് തൻ്റെ കൊട്ടാരത്തിൽ തന്നെ ഋതുപർണനെ താമസിപ്പിക്കുന്നു. അപ്പോൾ ദമയന്തി ആകെ ആശങ്കാകുലയാണ്. കാരണം നളനെ വരുത്താൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷേ നളനെ കാണുന്നുമില്ല. അങ്ങനെ കേശിനി എന്നൊരു തോഴിയുണ്ട് ദമയന്തിക്ക്. ഈ കേശിനിയെ ഈ കുതിരയെ ഓടിച്ച് വന്ന ആ ആളുടെ അടുത്തേക്ക് വിടുകയാണ്. എന്നിട്ട് പറയുന്നു, പണ്ട് ഞാൻ ബ്രാഹ്മണരോട് പറഞ്ഞു വിട്ട ആ കാര്യം നീ ഉറക്കെ വിളിച്ച് പറയണം. അതായത് ദമയന്തിയുടെ ആ കഥയൊക്കെ ഉറക്കെ വിളിച്ച് പറയണം. എന്തിനാണ് ഉപേക്ഷിച്ച് പോയത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉറക്കെ വിളിച്ച് പറയണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കേശിനി അവിടെ ചെല്ലുകയും ഇങ്ങനെ ഉറക്കെ വിളിച്ച് പറയുകയും ചെയ്തു. ഇതുപോലെ ദമയന്തി വളരെ ദുഃഖിതയാണ്, ആ പാതി സാരി ഉടുത്തുകൊണ്ട് ദമയന്തി ഇങ്ങനെ ഇരിക്കുകയാണ് എന്നൊക്കെ പറയുന്നു. ഉടനെ ഈ ബാഹുകനാണല്ലോ ആ സമയത്ത് നളന്. ബാഹുകൻ പറയുകയാണ്, അന്ന് പറഞ്ഞതുപോലെ തന്നെ കലിബാധ മൂലമാണ്, അല്ലെങ്കിൽ ബുദ്ധി ഭ്രമം കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അങ്ങനെ സംഭവിച്ച ഒരാളെ ശപിക്കുന്നതും അയാളോട് വഴക്കിടുന്നതും ശരിയല്ല എന്ന് പറയുന്നു. അപ്പോൾ ഇത് കേട്ടുകൊണ്ട് കേശിനി തിരിച്ചു ചെന്നിട്ട് പറയുന്നു, ഇതേപോലെ തന്നെ പറഞ്ഞു ആ ബാഹുകൻ, പക്ഷേ നളൻ്റെ രൂപമൊന്നും കാണുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ വീണ്ടും ദമയന്തിക്ക് സംശയം തോന്നുകയാണ്. എന്നിട്ട് ദമയന്തി പറഞ്ഞു, നീ ഒന്നും കൂടെ പോകൂ, എന്നിട്ട് ബാഹുകൻ എന്തൊക്കെയാണ് അവിടെ ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കൂ. അദ്ദേഹം തീ കത്തിക്കുന്നതും പാചകം ചെയ്യുന്നതും ഒക്കെ എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് പറഞ്ഞു വിടുന്നു. എന്നിട്ട് പറയുകയാണ്, അദ്ദേഹം തീയോ വെള്ളമോ ഒന്ന് ചോദിച്ചാൽ കൊടുക്കരുത്, അങ്ങനെ വേണം എന്നൊക്കെ പറയുന്നു. അങ്ങനെ കേശിനി വീണ്ടും ബാഹുകൻ്റെ അടുത്ത് പോയി. എന്നിട്ട് ഇങ്ങനെ അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഇങ്ങനെ ശ്രദ്ധിക്കുന്നു. അപ്പോൾ നളന് ആഹാരം പാചകം ചെയ്യാനായിട്ട് വെള്ളവും തീയും ഒന്നുമില്ലാതെ തന്നെ ആഹാരം പാചകം ചെയ്യുന്നതൊക്കെ ഈ കേശിനി കാണുകയാണ്. അപ്പോൾ ഈ കേശിനി ഇതെല്ലാം ശ്രദ്ധിച്ചിങ്ങനെ നിൽക്കുമ്പോൾ ബാഹുകൻ പറയുകയാണ്, എന്തിനാണ് ഇങ്ങനെ എപ്പോഴും ഇവിടെ വന്നിങ്ങനെ നിൽക്കുന്നത്? അത് ശരിയല്ല, ആളുകൾ കണ്ടാൽ എന്താണ് വിചാരിക്കുന്നത്, അതുകൊണ്ട് ഇങ്ങനെ എപ്പോഴും ഇങ്ങോട്ടേക്ക് വരരുതെന്ന് പറയുന്നു. അതിനുശേഷം കേശിനി തിരിച്ച് ദമയന്തിയുടെ അടുത്ത് ചെല്ലുന്നു. എന്നിട്ട് പറയുകയാണ്, ഹേ രാജകുമാരി, ബാഹുകൻ ജലത്തെയും അഗ്നിയെയും എല്ലാം ജയിച്ച ആളാണ്. ഇത്തരത്തിലുള്ളൊരു പുരുഷനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, കേട്ടിട്ടുമില്ല. അദ്ദേഹം ഏതെങ്കിലും ഒരു വാതിലിലൂടെ കടന്നു പോകുമ്പോൾ വാതിലിന് പൊക്കം കുറവാണെങ്കിൽ അദ്ദേഹം തല കുനിക്കാറില്ല, വാതിൽ സ്വയം ഉയർന്നു കൊടുക്കും. അദ്ദേഹം കുനിയാതെ തന്നെയാണ് നടന്നു നീങ്ങുന്നത്. ചെറിയ ചെറിയ ദ്വാരങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ഗുഹകളായി മാറുന്നു.
വെള്ളമില്ലാത്ത പാത്രത്തിലേക്ക് അദ്ദേഹം നോക്കിയാൽ മാത്രം മതി, ആ പാത്രം നിറയെ വെള്ളം നിറയുന്നു. തീക്ക് പോലും അദ്ദേഹത്തെ പൊള്ളിക്കാൻ സാധിക്കുകയില്ല. അദ്ദേഹം പൂക്കൾ കൈകൊണ്ട് വാരുമ്പോൾ അവ കശങ്ങി പോകില്ല, അതായത് പൂക്കൾ ഇങ്ങനെ ഞെരിഞ്ഞ് അങ്ങനെ പോകില്ല, മറിച്ച് കൂടുതൽ വികസിക്കുകയാണ് ചെയ്യുന്നത്, സുഗന്ധം കൂടുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അത്ഭുത കാര്യങ്ങളൊക്കെ ഞാൻ ഈ ബാഹുകനിൽ കണ്ടു. പക്ഷേ ഞാൻ ഇങ്ങനെ ഒരാളെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല എന്ന് ഈ കേശിനി വന്നിട്ട് ദമയന്തിയോട് പറയുന്നു. അപ്പോൾ കേശിനിയുടെ ഈ വെളിപ്പെടുത്തലുകളെല്ലാം കേട്ടിട്ട് ദമയന്തിക്ക് ഈ ബാഹുകൻ നളൻ തന്നെയാണെന്ന് തോന്നുകയാണ്. എന്നിട്ട് പക്ഷേ ഈ രൂപം മാത്രം ഒരു ആശങ്കയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്ക് ദമയന്തി എന്ത് ചെയ്യുന്നു, ഈ തൻ്റെ രണ്ട് മക്കളുണ്ടല്ലോ, അത് ദമയന്തിയുടെ കൂടെ അപ്പോൾ ഉണ്ടല്ലോ, ഈ രണ്ട് കുട്ടികളെ കേശിനിയുടെ കൂടെ ബാഹുകൻ്റെ അടുത്തേക്ക് അയക്കുകയാണ്. ഈ കുട്ടികളെ കണ്ടപ്പോഴേക്കും നളന് സഹിക്കാൻ പറ്റുന്നില്ല, ബാഹുകനായ നളന്. എന്നിട്ട് ഈ കുട്ടികളെ രണ്ടുപേരെയും എടുത്ത് കെട്ടിപ്പിടിച്ച് മടിയിലൊക്കെ വെച്ച് ഓമനിക്കുന്നു. എന്നിട്ട് അപ്പോഴാണ് പെട്ടെന്ന് നളൻ ഓർക്കുന്നത്, ഞാൻ നളനല്ലല്ലോ, ബാഹുകനാണല്ലോ, കേശിനി എന്ത് വിചാരിച്ചു കാണും എന്ന്. അങ്ങനെ തന്നെ അപ്പോൾ ഉടനെ തന്നെ ബാഹുകൻ കേശിനിയോട് പറയുകയാണ്, ഇതേ പ്രായത്തിലുള്ള രണ്ട് കുട്ടികൾ എനിക്കുണ്ട്, ഞാൻ അവരെ ഓർത്തിട്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞു. ഉടനെ തന്നെ കേശിനി വീണ്ടും ദമയന്തിയുടെ അടുത്ത് വന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോഴേക്കും ദമയന്തിക്ക് മനസ്സിലായി ഇത് നളൻ തന്നെയാണ് എന്ന് മനസ്സിലായി. എന്നിട്ട് ദമയന്തി ഈ വിവരം അമ്മയോട് പറയുന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ആ ബാഹുകനെ കാണാൻ പോകട്ടെ, അല്ലെങ്കിൽ അമ്മയുടെ അനുവാദത്തോടു കൂടി ബാഹുകനെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയാലും മതി എന്ന് പറയുന്നു. അങ്ങനെ രാജമാതാവ് ബാഹുകനെ കൊട്ടാരത്തിലേക്ക് ദമയന്തിയുടെ അടുത്തേക്ക് വിളിച്ചു വരുത്തുന്നു. ദമയന്തിയെ കണ്ട ഉടനെ തന്നെ നളനാകെ ഒരു വല്ലാത്ത ഒരു മാനസികാവസ്ഥയിലായി, കണ്ണൊക്കെ നിറഞ്ഞിട്ട് കരയാൻ തുടങ്ങി. അപ്പോഴേക്കും ദമയന്തി വീണ്ടും തന്നെ ഉപേക്ഷിച്ചു പോയ ആ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഉടനെ തന്നെ നളൻ പറയുകയാണ്, കലി ബാധിച്ചതുകൊണ്ടാണ് ഉപേക്ഷിച്ചു പോയത്, അതല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല. അദ്ദേഹത്തിന് ഭാര്യയോട് വലിയ സ്നേഹമായിരുന്നു. അങ്ങനെ ഭാര്യയെ സ്നേഹിച്ച ആ മനുഷ്യന്, ആ രാജാവിന് ഭാര്യ കഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ സഹിക്കാൻ പറ്റാതെ ആയി പോയതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അങ്ങനെ ചെയ്താൽ ആ ഭാര്യ സ്വന്തം അച്ഛൻ്റെ അടുത്തേക്ക് പോയി സുഖമായി ജീവിച്ചു കൊള്ളുമല്ലോ. കാരണം രാജ്യവുമില്ല, ഒന്നുമില്ല. പക്ഷികളെ പിടിക്കാനായിട്ട് പോയപ്പം ഉടുവസ്ത്രം പോലും നഷ്ടപ്പെട്ടു പോയി. ആ അവസ്ഥയിലാണ് രാജാവ് അങ്ങനെ ചെയ്തത്. പക്ഷേ ആ രാജകുമാരി എന്താ ചെയ്തത്? കുറച്ചു കാലം ഭർത്താവിനെ കാണാതിരുന്നപ്പോൾ മറ്റൊരു വിവാഹത്തിന് തയ്യാറായില്ലേ എന്നും പറഞ്ഞ് നളൻ പൊട്ടിക്കരയുകയാണ്. അപ്പോഴേക്കും ദമയന്തിക്ക് മനസ്സിലാകുന്നു, ആ ശബ്ദവുമൊക്കെ കേട്ടപ്പോഴേക്ക് ദമയന്തിക്ക് മനസ്സിലാകുന്നുണ്ട് ഇത് തൻ്റെ ഭർത്താവ് തന്നെയാണെന്ന്. അപ്പോഴേക്കും നളൻ താൻ തന്നെയാണ് ദമയന്തിയുടെ ഭർത്താവെന്ന് ദമയന്തിയോട് വെളിപ്പെടുത്തുന്നു. അപ്പോഴേക്കും ദമയന്തി കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഒരു കാരണവശാലും മറ്റൊരു വിവാഹത്തിന് ഞാൻ തയ്യാറായതല്ല. ഞാൻ എപ്പോഴും അങ്ങയെ തന്നെ ഓർത്ത് കരഞ്ഞ് ഇരിക്കുന്ന ഒരു സ്ത്രീയാണ്. എൻ്റെ പാതിവൃത്യത്തിന് വലിയ ശക്തിയാണുള്ളത്. ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. ഇത് ഒരു നാടകമായിരുന്നു. അത് അങ്ങ് അവിടെ ഋതുപർണൻ്റെ കൊട്ടാരത്തിലുണ്ട് എന്നൊരു അറിവ് കിട്ടിയത് കൊണ്ട് എത്രയും പെട്ടെന്ന് അങ്ങയെ ഇവിടേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്ത ഒരു നാടകം മാത്രമാണ് എന്ന് പറഞ്ഞ് കരയുന്നു. അപ്പോൾ വായുദേവൻ അവിടെ പ്രത്യക്ഷപ്പെടുന്നു. എന്നിട്ട് വായുദേവൻ പറയുന്നു, സത്യമാണ് ദമയന്തി പറഞ്ഞത്. ദമയന്തിയുടെ പാതിവൃത്യം ഞങ്ങൾക്ക് ദേവന്മാർക്ക് പോലും അത്ഭുതമാണ് എന്ന് പറയുന്നു. അതോടുകൂടി നളന് വലിയ സന്തോഷമാകുന്നു. നളൻ കാർക്കോടകനെ മനസ്സാ സ്മരിച്ചുകൊണ്ട് കാർക്കോടകൻ കൊടുത്ത ആ വസ്ത്രം അണിയുന്നു. ആ സമയത്ത് അന്ന് കാർക്കോടകൻ പറഞ്ഞായിരുന്നല്ലോ, എപ്പോഴാണോ തനിക്ക് തൻ്റെ സ്വരൂപം തിരിച്ചു കിട്ടേണ്ടത് ആ സമയത്ത് ഈ വസ്ത്രം അണിഞ്ഞാൽ മതിയെന്നും പറഞ്ഞ് 2 വസ്ത്രം കൊടുത്തിരുന്നല്ലോ. ആ വസ്ത്രം അണിയുന്നു. അപ്പോഴേക്കും നളൻ്റെ ആ വൈരൂപ്യമെല്ലാം മാറി ആ പഴയ ആ നളരാജാവിൻ്റെ രൂപത്തിലേക്ക് അദ്ദേഹം എത്തുന്നു. അതിനുശേഷം നളനും ദമയന്തിയും 2 കുട്ടികളുമായി ഭീമക രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് ചെല്ലുന്നു. അപ്പോഴേക്കും ഋതുപർണൻ കാര്യങ്ങളെല്ലാം അറിയുന്നു. ഋതുപർണന് വലിയ സന്തോഷമാവുന്നു.
നളനോട് ക്ഷമയൊക്കെ ചോദിക്കുന്നു. നളരാജാവാണെന്നറിയാതെയാണല്ലോ തൻ്റെ അശ്വപാലകനായിട്ട് നിയമിച്ചത്. ആ കാര്യങ്ങളെല്ലാം പറയുന്നു. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി ഋതുപർണൻ തിരിച്ച് അയോധ്യയിലേക്ക് പുറപ്പെടുന്നു. എന്നിട്ട് കുറച്ചു കാലം നളനും ദമയന്തിയും കുട്ടികളുമായി വിദർഭദേശത്ത് തന്നെ കഴിഞ്ഞുകൂടുന്നു. അതിനുശേഷം ഭീമക രാജാവിൻ്റെ അനുവാദത്തോടു കൂടി നിഷധദേശത്തേക്ക് തിരിച്ചു പോകുന്നു. അതിനുശേഷം അനിയൻ പുഷ്കരനെ വിളിച്ചിട്ട് എന്തു ചെയ്യുന്നു? ചൂത് കളിക്കാനായിട്ട് തയ്യാറായിക്കൊള്ളൂ, അല്ലെങ്കിൽ യുദ്ധം ചെയ്യാൻ തയ്യാറായിക്കൊള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ പുഷ്കരൻ പറയുകയാണ്, ആഹാ വീണ്ടും വന്നോ, ഇത്തവണ എന്തായാലും ഞാൻ ദമയന്തിയെ സ്വന്തമാക്കും എന്ന് പറയുന്നു. അങ്ങനെ വീണ്ടും ചൂത് കളിക്കാനായിട്ട് ഇരിക്കുന്നു. പക്ഷേ അപ്പോഴേക്കും നളന് ചൂതുകളിയുടെ വിദ്യയെല്ലാം ഋതുപർണനിൽ നിന്നും കരസ്ഥമാക്കിയിരുന്നത് കൊണ്ട് ആ ചൂതുകളിയിൽ എന്ത് ചെയ്യുന്നു? നളൻ വിജയിക്കുന്നു. അപ്പോൾ എന്നിട്ട് നളൻ പറയുകയാണ് പുഷ്കരനോട്, നീ കാരണമല്ല എനിക്കിതൊക്കെ സംഭവിച്ചത്, കലി കാരണമാണ് സംഭവിച്ചത്. അതുകൊണ്ട് ഞാൻ നിന്നെ ശിക്ഷിക്കുന്നൊന്നുമില്ല, നീ എവിടെയെങ്കിലും പോയി ജീവിച്ചു കൊള്ളുക എന്ന് പറയുന്നു. അങ്ങനെ വീണ്ടും നിഷധ രാജ്യത്തെ രാജാവായി നളൻ തിരിച്ചു വരികയാണ്. നളൻ്റെ തിരിച്ചുവരവിൽ ഓരോ വീട്ടിലും ആനന്ദം അലയടിച്ചിരുന്നു. ശാന്തിയും സമാധാനവും രാജ്യമെമ്പാടും നടമാടി. വലിയ വലിയ ഉത്സവങ്ങൾ ആയി ഈ വരവിനെ അവർ ആഘോഷിച്ചു. എല്ലാ വീടുകളിലും ദീപാവലി ആയിരുന്നു. മധുര പലഹാരങ്ങളുണ്ടാക്കി ജനങ്ങൾ പരസ്പരം അത് വിതരണം ചെയ്തു. കൊടിതോരണങ്ങളെല്ലാം നഗരവീഥികളിൽ തൂക്കി. അങ്ങനെ ആ ജനത, ആ നാട് മുഴുവൻ നളരാജാവിൻ്റെ തിരിച്ചുവരവ് ആഘോഷിച്ചു. അങ്ങനെ വളരെ കാലം നളനും ദമയന്തിയും നിഷധ രാജ്യത്ത് വാണരുളി. ഇതാണ് നളദമയന്തിമാരുടെ കഥ. ലോകജീവിതം എന്നും സത്യമാണ്. അസത്യം, സുഖം, ദുഃഖം, ധർമ്മം, അധർമ്മം എന്നിങ്ങനെയുള്ള പല കാര്യങ്ങളുടെയും ഒരു സമ്മിശ്രമാണ് ഈ ലോകത്തുള്ള നമ്മുടെ ജീവിതം. അതുകൊണ്ട് തന്നെ ലോകജീവിതത്തിൽ ആത്യന്തിക സൗഖ്യത്തിൽ ഒരുവന് സ്ഥിരമായി കഴിയാനൊക്കുകയില്ല. സുഖാനുഭവ വേളയിൽ ദുഃഖത്തെക്കുറിച്ച് ആരും ഓർക്കാറുമില്ല. എന്നാൽ ദുഃഖാനുഭവ വേളയിൽ സുഖത്തെക്കുറിച്ച് ആലോചിച്ച് അതില്ലാത്തതിനാൽ നമ്മൾ നീറി ജീവിക്കും, അല്ലേ? അതായത് സുഖം വരുമ്പോൾ ആരെങ്കിലും നാളെ ഒരു ദുഃഖമുണ്ടാകുമോ എന്ന് ആലോചിക്കാറുണ്ടോ? ഇല്ല. പക്ഷെ ദുഃഖം വരുമ്പോഴോ, ദൈവമേ എനിക്ക് ഈ ദുഃഖമൊക്കെ മാറി എനിക്കൊരു സുഖകരമായ ജീവിതം തരണമേ എന്ന് നമ്മൾ ഓരോരുത്തരും ആ സമയം ഓർത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ വ്യാസദേവൻ ഇതൊക്കെ നമുക്ക് പറഞ്ഞു തരുന്ന എന്തിനാണ്? നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള പ്രയാസഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ കാലവും കടന്നു പോകും. രഥമുരുളുകയാണ്, ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നുള്ള ദുഃഖങ്ങളെല്ലാം മാറി നമുക്കെല്ലാവർക്കും നാളെ ഒരു നല്ല കാലം വരുമെന്ന് ആലോചിക്കുക, പ്രാർത്ഥിക്കുക, അതിനുവേണ്ടി കാത്തിരിക്കുക. അതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. വ്യാസഭഗവാൻ തൻ്റെ കഥകളിലൂടെ പല കഥകൾ പറയുന്നുണ്ട്. ആ കഥകളിലൂടെ എല്ലാം നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് എല്ലാവരുടെയും ജീവിതം സുഖ ദുഃഖ സമ്മിശ്രമാണ്. അത് രാജാവിൻ്റെ ആയാലും ഒരു സാധാരണയായ പ്രജയുടെ ആയാലും. എല്ലാവർക്കും നളദമയന്തിമാരുടെ കഥ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്കിനിയും ഓരോ കഥകളായി പഠിക്കാം. ഇങ്ങനെയുള്ള കഥകളൊക്കെ കേൾക്കുന്നത് വളരെ നല്ലതാണ്. കുട്ടികൾക്കൊക്കെ അത് പറഞ്ഞു കൊടുക്കണം. അത് പറഞ്ഞു കൊടുക്കുന്നുണ്ടെന്ന് മെസ്സേജൊക്കെ ഇടുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ് തോന്നുന്നത്. കാരണം ഈ നളദമയന്തിമാരുടെയൊക്കെ കഥ എൻ്റെ അമ്മുമ്മ മരിച്ചുപോയി. എൻ്റെ അമ്മുമ്മ എനിക്കൊരുപാട് തവണ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ കഥയൊക്കെ എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരുമ്പോൾ ഞാൻ എൻ്റെ അമ്മുമ്മയാണ് ഓർക്കുന്നത്. എൻ്റെ അമ്മുമ്മയാണ് എനിക്ക് ഇതുപോലുള്ള കഥകളെല്ലാം പറഞ്ഞു തന്നിട്ടുള്ളത്. ഭഗവാന്റെ കഥകൾ,
ഇതുപോലുള്ള മഹാഭാരതത്തിലെ കഥകളും ചെറിയ ചെറിയ പാട്ടുകളും നാമങ്ങളുമെല്ലാം എൻ്റെ ചെറുപ്രായത്തിൽ എന്നെ പറഞ്ഞു പഠിപ്പിച്ചത് എൻ്റെ അമ്മുമ്മയാണ്. എത്രയോ ആവർത്തി ഞാനിതൊക്കെ കേട്ടിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെയുള്ള കഥകളൊക്കെ കേട്ട് പഠിക്കുക, അത് മനസ്സിലാക്കി മുമ്പോട്ട് പോകുക. കലിയുഗത്തിൽ പ്രാർത്ഥനയ്ക്കാണ് ഏറ്റവും പ്രാധാന്യമെന്ന് മനസ്സിലാക്കുക. സത്യയുഗത്തിലും ദ്വാപരയുഗത്തിലുമെല്ലാം അല്ലെങ്കിൽ ത്രേതായുഗത്തിലുമൊക്കെ യാഗങ്ങൾക്കും യജ്ഞങ്ങൾക്കും വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. പക്ഷേ കലിയുഗത്തിൽ അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യമുള്ളത് പ്രാർത്ഥനയ്ക്കാണ്, പ്രത്യേകിച്ച് കൂട്ടത്തോടെയുള്ള പ്രാർത്ഥനകൾ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഭാഗവതയജ്ഞം പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തുന്നത്. അതുപോലെ അഖണ്ഡനാമജപം, സത്സംഗം വളരെ പ്രധാനമാണ്. സത്സംഗം എന്ന് വെച്ചാൽ എന്താണ്? സജ്ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കം, ഭഗവാനെ പറ്റി കേൾക്കുക, ഭഗവാനെ പറ്റി പറയുക, ഭഗവാന്റെ പാട്ടുകൾ പാടുക, ഇങ്ങനെയുള്ള ആളുകളുടെ കൂട്ടായ്മയാണ്. അതാണ് ആ സംഗമം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ നല്ലതാണ്. ദിവസവും പ്രാർത്ഥിക്കുക, ഭഗവാനെ ഓർക്കുക. ഒരു നല്ല കാലം നമുക്കെല്ലാവർക്കും വരുമെന്ന പ്രതീക്ഷയിൽ മുമ്പോട്ട് പോവുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.